പോലീസ്. എന്താ സാറേ? നീ അവളെ ഒന്ന് വിളിച്ചേ. ഷോ യുവർ പാസ്പോർട്ട് ആൻഡ് വിസ. സാറേ എന്താ സാറേ കാര്യം? അതൊക്കെ ഞാൻ പറയാം. ടൂറിസ്റ്റ് വിസയായി വന്നവളെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നത്? കൊള്ളാമല്ലോ. ഡാ, ടൂറിസ്റ്റ് എന്നും ടൂറിസ്റ്റാ. അവർക്കിവിടെ കച്ചവടം നടത്താൻ റൈറ്റ്സ് ഒന്നുമില്ല, അറിയാൻ മേലേ? സാറേ അവള് ജോലിയായിട്ടല്ല, ഞങ്ങളെ വെറുതെ സഹായിക്കുന്ന മാത്രമേ ഉള്ളൂ. സാറേ ബിസിനസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരില്ല. നിങ്ങൾ ഇവളെ കണ്ടല്ലേ ഈ പരിപാടിയെല്ലാം തുടങ്ങി വെച്ചേ? ഇനി ഒരാഴ്ചയെ കൂടി ഇവക്ക് ഇന്ത്യയെ തുടരാൻ വിസയേ ഉള്ളൂ. അതുവരെ ഇവളെ കൊണ്ടെങ്കിലും പണിയെടുപ്പിച്ചാണല്ലോ രണ്ടുപേരും അകത്ത് പോവും. പറഞ്ഞേക്കാം. യുവർ വിസ വിൽ എക്സ്പയർ ഇൻ 1 week. You have to leave the country as soon as possible. ഇവിടെ പെട്ടെന്നങ്ങ് പറഞ്ഞു വിട്ടേക്കണം, ഇല്ലേ വിവരം അറിയും. പറഞ്ഞേക്കാം. എന്തായി സാറേ? വിറപ്പിച്ചിട്ടുണ്ട്. അടിപൊളി. കട ഉടനെ പൂട്ടുവോ? ആ ചൈനക്കാർ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോകും. പിന്നെ എന്ത് കട, പിന്നെ എന്ത് കച്ചവടം? പൊളിച്ച്. അപ്പൊ വൈകിട്ട് മാറിക്കണം. ഓക്കെ ഓക്കെ. കണ്ടവയെല്ലാം മന്നവനെ നീ തന്നിടണേ നാഥ. No sleep? I was missing my parents. Oh. They left me alone. Your papa, mama? നോക്കട്ടെ. Come. My papa. My mama. Done. Long back. സമയമാകുമ്പോ എല്ലാരും പോവും. That means? That means good night. Okay, good night. $25,000 കഴിഞ്ഞ ആഴ്ചയല്ലടാ എഞ്ചിന്റെ പണി തീർത്തുന്നു. നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കണാണ്? ഞങ്ങ ഈ കല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടണല്ലേ. അങ്ങനെ ഓടുമ്പോ ഇഞ്ചത്തിന് അതിൻ്റെതായ കംപ്ലൈന്റ് ഒക്കെ വരും. അതൊന്നും ഇവിടെ പറ്റിയല്ല. നാളെ മുതൽ വേറെ വെള്ളം പിടി. മനസ്സിലായ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? സുബിച്ചേട്ടാ ഒരു സെക്കൻഡ് ഒന്ന് വരും. പിന്നെന്താ മോനെ? എന്താണ് രാജേഷേ പതിവില്ലാണ്ട് എന്നെ കാണാം? പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. അപ്പോ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. അത് നിന്നോട് ഞാൻ ഡീല് നേരത്തെ പറഞ്ഞല്ലേ? അതല്ലേട്ടാ, എനിക്ക് ഇപ്പം ആ ഡീലിന് ഓക്കെയാണ്. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൈസ നാളെ തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നീ നല്ലപോലെ ആലോചിച്ചിട്ടാണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആക്കണെന്തിനാ? ഇന്ന് തന്നെ വന്നേക്കാം. മതിയോ? നാളെ മതി. പിന്നെ ചേട്ടാ, തൽക്കാലത്തേക്കൊരു വാടക വീട് കിട്ടുന്നവരെ ഞാനവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ എന്റെ ചെക്കനല്ലേടാ. ഞാൻ നോക്കണോ വീട്? വേണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം.
ഇതിലൊരു ഒപ്പിട്ട്. കാശ് വന്നതിനൊരു തെളിവ് വേണ്ടേ? അതാ. ആധാരം. ആ. സിബി ഒരു വാക്ക് പറഞ്ഞ വാക്കാ. പിടി, ബാക്കിയിട്ട്. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ അറിയിക്കാം. പിന്നെ വരുമ്പോ നിന്റെ പെങ്ങളെ കൂടി കൊണ്ടുവരണം. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വാടക വീട് തപ്പിക്കോ. പോട്ടെ. വാഷിംഗ് അറേഞ്ച്ഡ്. സേഫ്. അതൊക്കെ ചെയ്തു. ഇത് സേഫായിട്ട് വെച്ചോ. അല്ലെങ്കിൽ Teresa, യെസ് you know what? I got the cash. ഇസ് ഇറ്റ്? Yes. ഓ അടിപൊളി. Adipoli. യു മലയാളം? Huh. Hey, can you take me somewhere? വെൻ? Now? ഓക്കെ Okay, 1 minute. ഓക്കെ. ഇതെന്താ റെസ്റ്റോറന്റ് വിട്ട് പഴയ പണിക്ക് പോയാ? ആ അതല്ലടോ, കച്ചവടമൊക്കെ ഒന്ന് സെറ്റ് ആവുന്നവരെ ഇത് സൈഡിലൂടെ വിട്ടേക്കാം, അല്ലെങ്കിൽ പണി നടക്കൂല. ഷെങ്ങിന് കൊടുക്കാൻ കാശ് എടുത്ത് കിട്ടി? അതൊക്കെ സംഘടിപ്പിച്ച്. ആ അതെന്തായാലും നന്നായി, അവള് ഭയങ്കര ഹാപ്പിയാ. ആ ആ ഇതെവിടെയായിരുന്നു? കൂടപ്പറപ്പിനെ പോലെ കണ്ടാ നിന്നെ. ഒരു വാക്ക് പറയാൻ മേലായിരുന്നു എന്നോട്. ഇനി മേലെ വിജേട്ട കുഞ്ചേട്ടാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ടല്ലേ. എന്താണ് വിഞ്ചേട്ടാ, എന്താ കാര്യം? എന്താണെന്നാ എന്റെ കൊച്ചി ഈ വീട് സ്ഥലവും വിറ്റ് ചെങ്ങിന് കാശ് കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയവൻ എന്ത് ചെയ്യും? ഇവിടെ പോന്നു ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കണില്ലേ? വെഞ്ചേട്ടാ, ഒരാൾ പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാ വെഞ്ചേട്ടാ വീടും കെട്ടിപ്പിടിച്ചിരിക്കണേ? നമ്മളോ ഗതി പിടിച്ചില്ല. നമ്മൾ കാരണം ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ ഉണ്ടായിക്കോട്ടെ. പിന്നെ എൻ്റെ കാര്യം, എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ വെഞ്ചേട്ടാ? എനിക്കൊരു പായം തലേണം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ പോയി കിടന്നോളാം. ഇവിടെ എന്നാലും ഇത് കടന്ന കൈയായി പോയുള്ള രാജ്. വെഞ്ചേട്ടാ, നിങ്ങൾ അവളുടെ സന്തോഷം ഒന്ന് കാണണം. എനിക്കിപ്പോൾ ഉത്തരവാദിത്തോടെ എന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നലാ. വെഞ്ചേട്ടാ, നമുക്കുള്ളത് വരും വെഞ്ചേട്ടാ. വരും. അതും വിചാരിച്ചിരുന്നു. എല്ലാം വിറ്റ് നശിപ്പിച്ചേച്ചു. Teresa, let's go. ഓക്കെ. എങ്ങോട്ടാ അവളെ? അവൾക്ക് എവിടെ പോകണമെന്ന്. ആ എന്നാ പോയിട്ട് വാ. പോയിട്ട് വരാം.